നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കാഞ്ചീപുരം സാരി എക്കാലത്തെയും ഡിമാൻഡ് കൂടിയ സാരിയാണ്. പുരാതന കാലം മുതൽ ഈ ആധുനികമായ ഡിജിറ്റൽ യുഗത്തിൽ വരെ കാഞ്ചീപുരം സാരിയുടെ ഡിമാൻഡിനോ അതിൻ്റെ സ്വീകാര്യതയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും വരാതെ പുരാതന കാലം മുതൽ ഈ ആധുനിക കാലം വരെ ഒരേ രീതിയിൽ സ്വീകാര്യതയോടെ നിലനിൽക്കുന്ന ഒരു സാരിയാണ് കാഞ്ചീപുരം സാരി. കാഞ്ചീപുരം സാരി കേരളീയർ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുക. ഡെയിലി യൂസിന് ഉപയോഗിക്കുക പതിവില്ല. എന്നാൽ ഡെയിലി ജോലിക്ക് പോകുമ്പോഴോ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴോ എപ്പോഴും കാഞ്ചീപുരം സാരി തന്നെ ചുറ്റി പോകുന്ന സ്ത്രീകളെ ഞാൻ കൂടുതലായി കണ്ടത് ചെന്നൈയിലെ താമസ കാലത്താണ്. കാഞ്ചീപുരം സാരി വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ അവിടെ നിന്ന് ഒരു സാരി വാങ്ങി. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാരിയായി മാറുകയും ചെയ്തു. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ചെന്നൈയിൽ ജോലി സംബന്ധമായി താമസമായിരുന്ന സമയത്ത് കൂടെ താമസിച്ചിരുന്ന റൂംമേറ്റ്സ് ഞങ്ങൾ വേറെ 2 പേരുണ്ടായിരുന്നു. കൂടെ തന്നെ ജോലി ചെയ്തിരുന്നവർ. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അവധി ദിവസങ്ങളിൽ ചെന്നൈ നഗരം കാണാൻ പോവുക പതിവുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും മലയാളികളാണ്. ചെന്നൈയുമായി ഒരു പരിചയവുമില്ല. 3-മത്തെ ആൾ തമിഴ്നാട്ടുകാരിയാണ്. അവർക്ക് ചെന്നൈ ഒക്കെ അറിയാവുന്ന സ്ഥലമാണ്. അതിനാൽ അവരാണ് ഞങ്ങളെ കൊണ്ടുപോവുക. അങ്ങനെ ഒരു പ്രാവശ്യം ചെന്നൈയിലെ ഒരു മാർക്കറ്റിൽ, പാരീസ് മാർക്കറ്റ് ആണെന്നാണ് എൻ്റെ വിചാരം, അവിടെ കാണുവാൻ വേണ്ടി ഞങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെ പോകാൻ വഴി ബസ് നോക്കി നിൽക്കുകയായിരുന്നു. റോഡിൽ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ധാരാളമായി അവിടെ ഓട്ടോറിക്ഷകൾക്ക് പകരം സൈക്കിൾ റിക്ഷകളാണ് പോവുക. സൈക്കിളിൽ ഒരാൾ ഓടിക്കും, അതിന് പുറകെ ഓട്ടോറിക്ഷയുടെ പോലെ യാത്രക്കാർക്ക് ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ സൈക്കിൾ റിക്ഷകൾ പോകുന്നു. എൻ്റെ മുന്നിൽ കൂടെ പോയ ഒരു സൈക്കിൾ റിക്ഷയിൽ 2 സ്ത്രീകൾ ഇരിക്കുന്നു. അവർ കാഞ്ചീപുരം സാരിയാണ് ചുറ്റിയിരിക്കുന്നത്. ഈ സാരിയുടെ മനോഹാരിത കണ്ടിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. എൻ്റെ കണ്ണിൽ ഇപ്പോഴും നിൽക്കുന്നു ആ ഒരു സാരി. ഒരു പച്ച നിറത്തിൽ. കാഞ്ചീപുരം സാരികൾ കൂടുതലായും വരുന്നത് ഇളം പച്ച നിറത്തിലാണ്. അപ്പോൾ ഇളം പച്ച നിറത്തിലുള്ള സാരി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോഴും നിൽക്കുന്നത്. 2 പേരും കാഞ്ചീപുരം സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നത് ഈ പച്ച നിറത്തിലുള്ള സാരിയാണ്. ഒരു ഇളം പച്ച സാരിയാണ് അത്. സാധാരണയായി ഇളം പച്ച നിറത്തിൽ അല്ലെങ്കിൽ തത്തപ്പച്ച നിറത്തിലൊക്കെ കാഞ്ചീപുരം സാരികൾ വരാറുണ്ട്. അതിന് വളരെ വീതി കൂടിയ ബോർഡർ ഉണ്ടാവും. ഈ പച്ച കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കടും നിറത്തിലുള്ള നീല നിറത്തിലുള്ള ബോർഡറോ അല്ലെന്നുണ്ടെങ്കിൽ കടും നിറത്തിലുള്ള കോഫി ബ്രൗൺ നിറത്തിലുള്ള ബോർഡറോ ഉണ്ടാകും. ഈ ബോർഡറുകളിൽ മുഴുവനുമായിട്ടുള്ള കശവുണ്ടാവില്ല. കശവിൻ്റെ ചെറിയ 2 വരകളായിരിക്കും ഉണ്ടായിരിക്കുക. ബോഡി വശത്തിൽ മുഴുവനായും കശവ് വെച്ചിട്ടുള്ള ചെക്ക് ഡിസൈനാണ് സാധാരണയായി കാണുക. ഇങ്ങനെ കല്യാണ ആവശ്യങ്ങൾക്ക് അല്ലാതെ ഡെയിലി യൂസുകൾക്ക് ഉപയോഗിക്കുന്ന സാരികൾ, കാഞ്ചീപുരം സാരികൾ ചെറിയ കശവ് നൂലുകൾ വെച്ചിട്ട് ചെക്കുകളോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള പൊട്ടുകളോ ഒക്കെ ആയിട്ട് ഉള്ളതായിരിക്കും. അതിന് വീതിയുള്ള ബോർഡർ ആയിരിക്കും മിക്കവാറും എല്ലാ സാരികൾക്കും ഉണ്ടാകുക. ബോഡി കളറിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളറിലുള്ള വീതിയുള്ള ബോർഡറും ആ ബോർഡറിൽ ചെറിയ വീതിയിൽ കശവിൻ്റെ ഒരു ലൈനും ആയിരിക്കും സാധാരണയായി ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാഞ്ചീപുരം സാരികളാണ് സാധാരണ സ്ത്രീകൾ ഡെയിലി യൂസുകൾക്ക് ഉപയോഗിക്കാറ് പതിവ്.
അപ്പം അങ്ങനെയുള്ള ഒരു സാരിയാണ് കണ്ടത് എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. എനിക്ക് അത്ഭുതമുണ്ടായത് എന്താന്ന് വെച്ചാൽ ഈ സാരി വാരി വലിച്ചാണ് ചുറ്റിയിരിക്കുന്നത്. സാധാരണ നമ്മൾ കേരളീയരൊക്കെ സാരി ഉടുക്കുന്നത് നല്ല അടുക്കി കുത്തിയും നല്ലതായിട്ടുള്ള പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അതിൻ്റെ മുന്താണിയൊക്കെ നല്ലതായിട്ട് മടക്കി കുത്തി ഒക്കെയാണ് നമ്മൾ സാരി സാധാരണയായി ചുറ്റുക. പ്രത്യേകിച്ചും വില കൂടിയ സാരികളൊക്കെ ആകുമ്പോൾ അതുപോലെ ഭംഗിയായി എല്ലാവരും ചുറ്റാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ തമിഴ്നാട്ടിലെ സ്ത്രീകളാകട്ടെ, അവർ ഈ സാരി എത്ര വിലയുള്ളതാണേലും എത്ര ഭംഗിയുള്ളതാന്ന് പറഞ്ഞാലും അവർ ഒരു തരത്തിൽ വാരി വലിച്ച് ചുറ്റിക്കൊണ്ടാണ് പോവുക. അങ്ങനെ വാരി വലിച്ച് ചുറ്റിയിട്ട് ഉള്ള ഒരു 2 സ്ത്രീകളാണ് ഈ സൈക്കിൾ റിക്ഷയിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഞാൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തു, എന്തൊരു ഭംഗിയുള്ള സാരിയാണ്, കാഞ്ചീപുരം സാരി ചുറ്റിയിട്ട് ഇതുപോലെ ഒരു ഭംഗിയില്ലാതെ വാരി വലിച്ച് ചുറ്റി പോകുന്നല്ലോ എന്ന് ഞാൻ മനസ്സിൽ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി യാത്ര ചെയ്തു. ഈ പാരീസ് മാർക്കറ്റിൽ ചെന്ന്, പാരീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അങ്ങനെ പോയ വഴിക്ക് ധാരാളമായി സാരികളൊക്കെ ഒരു കടകളുടെ മുൻവശം തൂക്കിയിട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ രാത്രിയാകുന്ന സമയം വരെയും അവിടെയായിരുന്നു. രാത്രിയിലാണ് തിരികെ വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഷോപ്പിംഗ് സ്ഥലത്തൂടെ നടക്കുമ്പോൾ റോഡ് സൈഡിലെല്ലാം കടകളാണ്. ചെറിയ ചെറിയ കടകളാണ്. വലിയ സാരികളുടെ കടകളോ അല്ലാതെ ടെക്സ്റ്റൈൽ ഷോപ്പുകളോ ഒന്നുമല്ല. കുഞ്ഞു കുഞ്ഞു കടകൾ നിരന്ന് റോഡ് സൈഡിൽ ഇരിക്കുന്നു. ആ കടകളുടെ എല്ലാം മുന്നിൽ മിക്കവാറും എല്ലാം തുണികളുടെ തന്നെയായിട്ടുള്ള ഒരു സെക്ഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തുണികളുടെ സെക്ഷനിൽ കൂടെ പോകുമ്പോൾ സാരികളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാരി എൻ്റെ കണ്ണിൽപ്പെട്ടു. അതൊരു പച്ച സാരിയായിരുന്നു. അത് കാഞ്ചീപുരം സാരിയൊന്നുമല്ല, ജോർജറ്റ് സാരിയാണ്. പച്ച സാരി, പ്ലെയിൻ സാരി, ബോട്ടിൽ ഗ്രീൻ കളർ. ആ സാരി കണ്ടപ്പോൾ, എൻ്റെ കണ്ണിലുടക്കിയപ്പോൾ എനിക്കത് വേണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. ആ സാരി വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ സാരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൂട്ടുകാരോട് കടം വാങ്ങി പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ആ സാരി വാങ്ങി. അത് ജോർജറ്റ് സാരിയായിരുന്നു. പ്ലെയിൻ സാരി, ഒരു ഡിസൈനോ ഒന്നുമില്ല, വെറും പച്ച കളർ. പക്ഷെ ആ പച്ച കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു കളർ. ആ സാരി വാങ്ങിക്കൊണ്ട് വന്ന് ആ സാരി ഞാൻ വളരെയധികം കാലം ഉപയോഗിച്ചു. എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട സാരിയായിരുന്നു അത്. ഒരുപാട് വർഷക്കാലം ഞാൻ ആ സാരി ഉപയോഗിച്ചതായിട്ട് ഓർക്കുന്നു. ഇപ്പോൾ അത് കയ്യിലില്ല. പഴയ സാരികളൊക്കെ, പഴയ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്തുപോയി. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു ആ സാരി. വളരെയേറെ കാലം നമ്മൾക്ക് ചില പ്രത്യേക സാരികൾ, ഒരുപാട് സാരികൾ കയ്യിലുണ്ടെങ്കിൽ തന്നെയും ചില പ്രത്യേക സാരികൾ പ്രത്യേകമായിട്ട് ഇഷ്ടമുണ്ടാവും. എപ്പോഴും ഉടുക്കുവാനൊരു മനസ്സുണ്ടാവും. അങ്ങനെ ഉടുത്തുകൊണ്ട് നടന്ന ഒരു സാരിയായിരുന്നു എൻ്റെ ബോട്ടിൽ ഗ്രീൻ കളർ, പച്ചക്കളറിലുള്ള സാരി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ ആ സാരി എൻ്റെ കണ്ണുമുന്നിൽ വരാറുണ്ട്. കയ്യിൽ സാരിയില്ല എങ്കിൽ തന്നെയും അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നതിനാൽ അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ വരാറുണ്ട്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.